മുഖം വിഷമിച്ചിരിക്കുന്നത്. എന്ത് പറ്റി ഉത്സവത്തെ വിഷമിച്ചിരിക്കുന്നത്? മോളുടെ സ്കൂളിൽ വിളിച്ചു, പരീക്ഷകളിലെല്ലാം തോറ്റു. ഒരു മുഖം പറഞ്ഞാൽ കേൾക്കത്തില്ല. 3-ാം പ്രാവശ്യമാണ് സ്കൂളിൽ നിന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പളച്ചിനെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നാളെ പോയി കാണണം. ഉത്സവത്തെ വിഷമിക്കേണ്ട ഉത്സവത്തെ, ദൈവം ഇടപെട്ടോളും. നമുക്ക് അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എലിസബത്തെ, അങ്ങനെ ഒത്തിരി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ നമ്മൾ വളർത്തിയ മകനല്ലേ, അവനെ ശരിയാക്കി എടുക്കാം എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. ഒന്നാമത് ആദ്യമായിട്ട് സ്കൂളിൽ ചെന്ന് അധ്യാപകരോട് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അവൻ്റെ പഠനത്തിലുള്ള ബുദ്ധിമുട്ടാണോ, അതോ അവൻ്റെ കൂട്ടുകെട്ടിലുള്ള പ്രശ്നങ്ങളാണോ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ചറിയുക. ഏറ്റവും പ്രധാനമായിട്ട് അവന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അവനെ മനസ്സിലോർത്ത് ഒരു എത്രയും മാതാവിൻ്റെ പ്രാർത്ഥന അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അതോടൊപ്പം തന്നെ അവനെ എൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരിക. ഞാൻ നമ്മളോട് സംസാരിക്കട്ടെ. എല്ലാം ശരിയാകും. മലാക്കി 2-ാം അധ്യായം 7-ാം വാക്യം. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. നമ്മുടെ വിഷമങ്ങളിലും പ്രതിസന്ധികളിലും ഈശോയെന്ന പോലെ നമുക്ക് ചുറ്റുമുള്ള പുരോഹിതരെയും നമുക്ക് സമീപിക്കാം. അവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നേക്കും നമുക്കൊരു സംരക്ഷണമാണ്.